ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫുഡ് മെനു ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റം സൈസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൈസിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ വിഡ്ത്തും ഹൈറ്റും പിക്സൽ സൈസിലാണെങ്കിൽ പിക്സൽ സൈസിലോ അല്ലെങ്കിൽ ഇഞ്ച് സെൻറ്റിമീറ്റർ രീതിയിലാണ് വേണ്ടത്, അതെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഈ റെസ്യൂം എന്ന് പറഞ്ഞാൽ A4 പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും എലമെൻറ്റ്സ് എന്നുള്ളത്, അതിലേക്ക് വരാം. അതിൽ വന്നിട്ട് ഈ ഒരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെഡ് ആൻഡ് ബ്ലാക്ക് ഗ്രാഡിയൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കീവേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റിലുള്ളത് തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേജ് സൈസിലേക്ക് ഫുള്ളായിട്ട് അത് സെറ്റായിട്ട് വരും. അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്യണം. ബ്ലാക്ക് പെയിൻ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്യണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴത്തെ സൈഡിലേക്കും കൂടെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ രണ്ട് എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ഫ്രെയിംസിൽ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുക. ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യുക. ഈ എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് സൈസ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ രീതിയിലുള്ള സൈസാണ് ഞാൻ കൊടുക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്യണം. ഷേപ്സിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ്. കാണാൻ പറ്റും, ഇതാണ്. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഈ ലെയേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടെ കണ്ടിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ഒന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ളതിനും സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഹെഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫുഡ് മെനു എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അത് ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഫുഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ഫോൺ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാം. ഈ ഒരു ഫോൺ സ്റ്റൈലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഇതിന് നമുക്കൊരു 60 സൈസ് കൊടുക്കാം. ഇതിൻ്റെ കളറ് വൈറ്റിലേക്ക് മാറ്റാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മെനു എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊരു സബ് ടൈറ്റിൽ കൊടുക്കണം. സബ് ടൈറ്റിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോൺ സ്റ്റൈൽ പോപ്പിൻസ് എന്നുള്ളത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റർ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ലെറ്റർ സ്പേസിങ് എന്നുള്ളത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെയിൻ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു 18 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു എലമെൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കളറ് ഞാൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കളറിലേക്ക് മാറ്റാണ്. ഇത് അതുപോലെ തന്നെ വൈറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ ബോർഡർ റേഡിയസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണർ റൗണ്ടിങ് എന്നുള്ളത് കൊടുക്കുകയാണ്. എന്നിട്ട് 5 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് ചെയ്യാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇനി എന്തെങ്കിലും എന്ത് ചെയ്യാം, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ പറ്റും അലൈൻമെൻറ്റ് എന്നുള്ളത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫോൺ സ്റ്റൈലും ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫോൺ സ്റ്റൈൽ എന്നിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ലൈറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാനത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇത് വീണ്ടും കോപ്പി ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലുള്ള കണ്ടൻറ്റുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിതൊരു ട്യൂട്ടോറിയൽ പർപ്പസിനായതുകൊണ്ട് തന്നെ ഞാൻ കണ്ടൻറ്റുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. മുകളിലുള്ളത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. സൂം ചെയ്തിട്ട് കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ അതൊന്ന് അൺലോക്ക് ചെയ്യുന്നുണ്ട്.
അൺഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിതിൽ ജസ്റ്റ് ഒന്നുകൂടെ വലുതാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു എലമെൻ്റ് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യുക. അതുണ്ടായിട്ട് ഒന്നുകൂടെ ബോറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഭംഗിയുള്ള പോലെ തോന്നില്ല, അതില്ലാതെ തന്നെയാണ് ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു എലമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. എലമെൻറ്റ് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കോൾ ബട്ടൺ ആഡ് ചെയ്യാണ്. കോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വൈറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കോർണർ റൗണ്ടിങ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് നമുക്ക് ഇത്ര സൈസ് വേണ്ട, ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർജിൻ അനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൊക്കേഷനും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ശേഷം അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തിട്ട് കാലിക്കറ്റ് കൊടുക്കാം. കാലിക്കറ്റ് മാത്രം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുതന്നെ കാലിക്കറ്റ് ബീച്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ലൊക്കേഷൻ എന്താണ് അത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു എലമെൻറ്റ് മാറ്റാം. ലൊക്കേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇമേജസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചീസ് ബർഗർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഇമേജാണ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോട്ടോസിൽ വരാം. ഫോട്ടോസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്തൊരു ഇമേജ് കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫുഡ് മെനു റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഷെയർ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ PDF-ലാണോ വേണ്ടത്, PNG-ലാണോ വേണ്ടത്, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ PDF പ്രിൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫുഡ് മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നിങ്ങളുടെ മെനുവിനനുസരിച്ച് നിങ്ങളിതിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്യാൻവ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഷോപ്പിഫൈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് പ്രധാനമായിട്ടും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.